ശ്രീ ഹാഷിം അരിയിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ പോറ്റി വളർത്തുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ തിമോത്തി ഇനീഷ്യേറ്റീവിനെ കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിക്കളഞ്ഞൊരു വാർത്ത എന്ന് വേണം പറയാൻ. അതായത് വിദേശ ബാങ്കുകളിലെ ATM കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 95 കോടിയോളം രൂപ ATMകളിൽ നിന്ന് പിൻവലിച്ച സംഭവമാണ്. FCRA രജിസ്ട്രേഷൻ ഇല്ല ഈ തിമോത്തി ഇനീഷ്യേറ്റീവിന്. ഒരാളുടെ പേരിൽ തന്നെ നിരവധി കാർഡുകൾ. ഇത് ഭാരതത്തിൽ വന്ന് ഇങ്ങനെ പണം എടുക്കുകയാണ്. ഇതിന്റെ ഒരു മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിലെ 2 മലയാളി വൈദികർ ഇതുമായി ബന്ധപ്പെട്ട് ED അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന്റെ വേട്ട എന്നൊക്കെ ആയിരിക്കും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെതും അതുപോലെ വലതുപക്ഷത്തിൻ്റെതുമായ ന്യായീകരണമായി പുറത്തു വരിക. ഇങ്ങനെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ പോലും മറച്ചു പിടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ഈ നമ്മൾ പറഞ്ഞത് നിയമപരമായി ചെയ്യുന്നതും നിയമവിധേയമല്ലാതെ നിയമപരമായിട്ടല്ലാതെ ചെയ്യുന്നു 2 പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ രണ്ടിനെയും ഒരുപോലെ കാണുന്നിടത്താണ് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇതുപോലെയുള്ള പരാതികൾ വരുമ്പോൾ അത്തരം ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു വിഭാഗം തയ്യാറാകുന്നത് എല്ലാ വിഭാഗത്തെയും അടിച്ചാക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രചരണവും പ്രവർത്തനവും പ്രകോപനങ്ങളും ഉണ്ടാകുന്നത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ആശ്രമത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അനാഥാലയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ച് ഉള്ള പരാതികൾ ഞാൻ നേരത്തെ പരാതിക്കാരിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വിഷയങ്ങള് വളരെ സങ്കടത്തോടെ അവർ പറയുന്നുണ്ട്. ഇങ്ങനെ വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആ വിധത്തിൽ നിയമത്തിനൊപ്പം നിന്നുകൊണ്ട് കർശനമായി ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ഇടപെടണമെങ്കിൽ അവിടെ അല്ലെങ്കിൽ കോടതിയിലാണെങ്കിൽ അവിടെ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള വഴിയെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. പകരം ഒരു ജനസമൂഹം പ്രകോപനപരമായ രീതിയിൽ നീങ്ങുമ്പോഴാണ് അതൊരു പക്ഷത്തിൻ്റെത് മാത്രമായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പക്ഷത്തിൻ്റെതായിട്ടല്ല മാറേണ്ടത്. സമൂഹം ഏറ്റെടുക്കേണ്ടുന്ന കുറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നിരപരാധികളോ നല്ല നിലക്ക് പോകുന്നവരോ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ക്രിസ്ത്യൻ മിഷണറിയുടെ പ്രവർത്തനങ്ങളിൽ എന്റെ ചെറുപ്പകാലത്തൊക്കെ വളരെ ദാരിദ്ര്യപൂർവ്വം ജീവിച്ചിരുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അത് പട്ടുവം സ്നേഹനികേതൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എത്രയോ വർഷങ്ങളായിട്ട് എന്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുറെ കന്യാസ്ത്രീ അമ്മമാരാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചെറുപ്പകാലത്ത് അവരുടെ ചില പ്രവർത്തനങ്ങളിൽ വോളണ്ടിയർ ആയിട്ട് അവർക്ക് കൂടെ നിന്നുകൊണ്ട് പാൽപ്പൊടി കൊടുക്കാനും അതുപോലെയുള്ള മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കേണ്ടി വന്നിട്ട് എന്റെ നാട്ടിലൊന്നും ഒരു മതപരിവർത്തനവും അതിന്റെ പേരിൽ അവർ നടത്തുന്നതായിട്ട് നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അവിടെയുള്ള സ്കൂളുകളാണെങ്കിലും മറ്റു സംവിധാനങ്ങളാണെങ്കിലും അതുണ്ടായി. അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, വിദേശത്ത് നിന്ന് വന്നിട്ട്. അദ്ദേഹം ആളുകൾക്ക് എല്ലാവർക്കും ആദരണീയനായ വ്യക്തിയായിരുന്നു. ഒരുപാട് വീടുകൾ അദ്ദേഹം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരാരോപണത്തിനോ അല്ലെങ്കിൽ ഒരാളോട് ഒരു കർക്കശ ഭാവത്തിലേക്കോ പോയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഈ പറയപ്പെടുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുണ്ട്. നമ്മൾ പറയുന്നത് അത്തരം ആളുകൾ വന്നാൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ തടയിടാൻ നമുക്ക് കഴിയണം. നേരത്തെ ഇവിടെ അനിൽ സാർ പറഞ്ഞ കുറെ കാര്യമുണ്ടല്ലോ, വിദേശ ഫണ്ടിങ്ങൾ. ഈ വിദേശ ഫണ്ടിങ്ങൾ ഇവിടെ ശരിക്കും പ്രവർത്തിക്കുന്നതിന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുത കൂടെയുണ്ട്. എന്തിനാണ് ഇത്രമാത്രം വിദേശ ഫണ്ടിങ്ങുകൾ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടത്. ഒരു ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്. അതിനു മാത്രമുള്ള ഒരു അനാഥാലയങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതോ മറ്റോ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടേണ്ടതായ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇന്ന് ആവശ്യമായിട്ടില്ല. യുദ്ധങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ, വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സർക്കാർ സംവിധാനങ്ങൾ നമുക്ക് വളരെ ഭംഗിയായി നടന്നു പോകുന്ന ഒരു പ്രദേശങ്ങളാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും. അതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങളും. അതൊക്കെ ഉള്ളിടത്ത് നിന്ന് എന്തിനാണ് ഇത്തരത്തിൽ ഫണ്ട് വന്നത്? ഇപ്പൊ 6 കോടിയോളം രൂപ ATMൽ നിന്ന് വലിക്കപ്പെടുന്നു, അത് ഉപയോഗിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, ഇത്രയൊക്കെ ഫണ്ട് ഇവിടെ വന്നിട്ട് ഒഴുകിപ്പോയിട്ടും നമ്മൾ അത് അറിയുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം, അവർ പിടിക്കപ്പെട്ടതിന് ശേഷമൊക്കെയാണെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭീതിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ കണ്ണ് തുറന്ന് നിൽക്കേണ്ടുന്ന നിയമ സംവിധാനങ്ങൾ, നിയമപാലകര്, അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങൾ അതിനെ അങ്ങ് വളരെ നിഷ്കളങ്കമായി ഈ വിഷയങ്ങളെ സമീപിക്കുന്നുണ്ട്. പക്ഷേ ഈ
ഈ ATMകളിൽ ഏത് മേഖലയിൽ നിന്നാണ് ഏറ്റവും അധികം പണം ഇത്തരത്തിൽ ATMകളിലൂടെ പിൻവലിച്ചത് എന്ന് കാണുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് എത്രമാത്രം ഭീഷണി ആണ് അതെല്ലാം എന്ന് മനസ്സിലാക്കുക. ബസ്തർ എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ല. അവിടെ നക്സലിസം ശക്തി പ്രാപിച്ച മാവോയിസ്റ്റ് വേട്ട കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയ ഒരു സ്ഥലമാണ് ബസ്തർ എന്ന് പറയുന്നത്. ആ ബസ്തറിൽ നിന്ന് മാത്രം 6.5 കോടിയിലധികം രൂപ ATMകളിലൂടെ പിൻവലിക്കപ്പെടുകയാണ് ഈ വിദേശ ATM കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, വിദേശ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നേരത്തെ തന്നെ വലിയൊരു ആരോപണമുണ്ട്, ചില കണ്ടെത്തലുകളുണ്ട് ദേശീയ സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം. ഈ മതപരിവർത്തന ലോബിക്ക് പിന്നിൽ ഈ മാവോയിസ്റ്റുകളുമുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ED കണ്ടെത്തിയത്. അപ്പോൾ വളരെ ദുർബലമായി, വളരെ നിസ്സാരമായി ഈ പ്രശ്നങ്ങളെ നമ്മൾ കാണരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ശരിയാണ്, നമ്മൾ ഇതിനെ ദുർബലമായി കാണാനേ പാടില്ല. പ്രത്യേകിച്ച് മാവോയിസ്റ്റുകളുടെ ഇടപെടല്, ആ മാവോയിസത്തിന്റെ ഇടപെടലുകളിൽ പലതും പല മത സംസ്കാരങ്ങളും സംവിധാനങ്ങളും അവരുമായി യോജിച്ചു പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കേരളത്തിൽ തന്നെ വ്യത്യസ്ത ദിശയിലുള്ള മതസംഘടനകളുണ്ട്. ആ തീവ്രവാദം ആരോപിക്കപ്പെടുന്നതും അതുപോലെ തന്നെ മിത തീവ്രവാദികളൊക്കെ ആയിട്ടുള്ള ചില മതസംഘടനകൾ അവർ മാവോയിസ്റ്റുകളായിട്ട് വളരെയധികം ഒന്നിച്ചു നിന്നുകൊണ്ട് സമരം ചെയ്യുന്നതും ഒന്നിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ പേരെടുത്ത് പറയാനല്ല ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്. എങ്കിലും അത്തരം സംഘടനകൾ തമ്മിലൊരു ചില വിഷയങ്ങളിൽ അവർ ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഇപ്പൊ നഴ്സുമാരുടെ സമരം വന്നാൽ ആ സമരം അവരുടെ കൂലി കൂട്ടേണ്ടത് ആവശ്യമാണ്, അവർക്ക് ജീവിത നിലവാരം ഉയർത്തേണ്ടത് ആവശ്യമാണ്. പക്ഷെ അവരുടെ സമരത്തെ ഏറ്റെടുക്കുന്ന ചില സംഘടനകൾ വരും. ആ സംഘടനകള് ഇതുപോലെയുള്ള മാവോയിസത്തിലായിരിക്കും അവരുടെ ബന്ധങ്ങൾ ഉണ്ടാകുക, ജമാഅത്ത് ഇസ്ലാമി ആയിട്ടായിരിക്കും ബന്ധങ്ങൾ ഉണ്ടാകുക. ഇത്തരം പ്രശ്നങ്ങളിൽ അവരുടെ ഐക്യപ്പെടൽ നമ്മൾ വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ മാത്രമൊന്നുമല്ല രാജ്യത്തിന്റെ ശത്രുവായിട്ടുള്ളത്, തൊട്ടപ്പുറം ചൈനയുണ്ട്. അവിടെയൊക്കെ ഉള്ള ആളുകൾക്ക് ഭരണപരമായി ഇന്ത്യയുടെ സാമ്പത്തിക മേഖലകളിലുള്ള ചില കണ്ണുകൾ അവരൊക്കെ വെക്കുന്നുണ്ട്. ആ സാമ്പത്തിക മേഖലയിൽ അവർ വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ചില പുരോഗതികളെ തടുക്കാൻ ഇത്തരം സംഘടനകളെ അവർ എപ്പോഴും ഉപയോഗിക്കേണ്ടതുണ്ട്. അവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ഒന്നിച്ചു നിർത്തുന്ന ചില സംഘടനാ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ നിലനിർത്താൻ വേണ്ടി ഒരുപക്ഷെ തീവ്രവാദ രൂപത്തിൽ ഇടതുപക്ഷ തീവ്രവാദം എന്ന നിലക്ക് തന്നെ പറയാം മാവോയിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കപ്പെടും. മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കപ്പെടും. നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ പലരും കരുതും ജമാഅത്ത് ഇസ്ലാമിക്ക് ഫണ്ട് വരുന്നത് അറബ് രാജ്യത്ത് നിന്ന് മാത്രമൊന്നും ആയിക്കൊള്ളുന്നില്ല, അത് ചൈനയിൽ നിന്നും വരാം. കാരണം ഇന്ത്യയിൽ നടക്കുന്ന പല പുരോഗതിയുടെ വഴികളിലുമുള്ള സമരങ്ങളിലൊക്കെ അവരും അവരുടെ സംഘടനകളും ഇരയായി വന്നിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഇത് എല്ലാ പക്ഷത്തുണ്ടാകാം, എല്ലാ മത സംവിധാനങ്ങളിലുള്ള തീവ്രവാദികളിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നല്ല ആളുകളായി പ്രവർത്തിച്ച ആളുകൾക്കിടയിലേക്ക് ചില പുഴുക്കുത്തുകൾ കയറിക്കൂടും. അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത അവരുടെ മുതൽ മുടക്കതാണ്. ജനങ്ങളുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കുക. ആ സ്പർദ്ധയിൽ നിന്നാണ് അവർക്ക് വളരാനുള്ള അവസരം അവരുണ്ടാക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. കുറെ അങ്ങോട്ടേക്ക് പോകുന്നതല്ല. എങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ വലിയ വിഷയങ്ങളാണ് ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. അവിടെ ബാലവേല ചെയ്യിപ്പിക്കപ്പെടുന്നു, അവരുടെ കുട്ടികൾക്ക് പീഡനമേൽക്കേണ്ടി വരുന്നു. ഇതൊക്കെ പരാതി വന്ന് അതിന്റെ പേരിലുള്ള പരാതികളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് എവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ചൊരു തുമ്പും വാലിയും ഇപ്പോഴും സാധാരണ പ്രേക്ഷകർ എന്ന നിലക്ക് നമുക്കുള്ള നിരീക്ഷകർ എന്ന നിലക്ക് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളെ ഫോക്കസ് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിഹുലതയുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഈ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എങ്കിൽ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലക്ക് ഈ വ്യാജ സിദ്ധന്മാരെയും അതുപോലെ തന്നെ കപട സദാചാരക്കാരെയും ഇതൊക്കെ എതിർത്ത് അവർക്കെതിരെയൊക്കെ സമരം ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. അത്തരം സമരങ്ങളിലേക്കും ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് എന്താണ് ഉണ്ടായത്? ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച സംഭവമാണ്. ഈ പ്രശ്നം മുന്നോട്ട് പറയുന്നത് അവിടുത്തെ ഒരു ജീവനക്കാരിയാണ്. ആ സംഭവം ഏറ്റെടുത്ത ഇവിടെ BJP മാത്രമാണ് അന്ന് പ്രതിഷേധത്തിനായി എത്തിയത്. ഇപ്പോൾ ജനം TV മാത്രമാണ് ഈ വിഷയം വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ജനം TV ഞാൻ അഭിനന്ദിക്കുന്നു, പിന്തുടരുക.
അതിന്റെ പോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുന്നത് എന്നത് കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഇതേ പത്തനംതിട്ടയിലാണ് ഇന്നലെ ഒരു കുട്ടി വിളിച്ചു പറയുന്നത്, ഞാൻ നിരവധി ആളുകളാൽ പീഡിപ്പിക്കപ്പെട്ടു. ആ കുട്ടി അത് വിളിച്ചു പറഞ്ഞു. അതിന്റെ പേരിൽ ആരോപണ വിധേയനായ കുട്ടികൾ അടക്കമുള്ള, നമ്മൾ ചിന്തിക്കേണ്ടത് ആ 5-6 കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരോപണ വിധേയരാണവർ. അവരുടെ കുടുംബങ്ങൾ, അവരുടെ സംവിധാനങ്ങൾ, ഈ കുട്ടികളോടൊക്കെ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ആ കുട്ടികൾ അനുഭവിച്ചിരിക്കുന്ന മനോവേദ, ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ പരാതിക്കാരിയായ കുട്ടിയെ പരിശോധനക്ക് കൊണ്ടുപോകുന്നത്. പരിശോധനക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ആ കുട്ടി അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതുന്നു. ആ വിധി എഴുതിയ കുട്ടിയെ പീഡിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ അകാരണമായി പോലീസ് സ്റ്റേഷൻ വെച്ച് മർദ്ദിച്ചു. നിരവധി ചൂരൽ വടി കൊണ്ട് ഏറ്റതിന്റെ പാടുകളാണ് ഇന്ന് അദ്ദേഹം സമൂഹത്തിൽ കാണിക്കുന്നതും. അത് തന്നെയാണ് ശ്രീ ഹാഷിം അരിയിൽ. അതൊരു സാധാരണ യുവാവാണ്, ഒരു സാധാരണക്കാരനാണ്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ബിനു വാഴമുട്ടം ഇവിടുത്തെ സംവിധാനങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ അതീതനായി ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്.